ലോകത്തിന്റെ ഓരോ മൂലയിലും കാലത്തിന്റെ നീളത്തിൽ ചുരുളിയൊഴുകിയ കഥകൾ ഉണ്ട്. ദേവന്മാരുടെയും ഭൂതങ്ങളുടെയും മറഞ്ഞിരിക്കുന്ന ശക്തികളുടെയും കഥകൾ. പക്ഷേ അവ വെറും കഥകളോ? അല്ലെങ്കിൽ അതിന് പിന്നിൽ സത്യമോ? സ്വാഗതം, പുരാണമോ യാഥാർത്ഥ്യമോ എന്ന യാത്രയിലേക്ക്. അവ്യക്തതയുടെ തിരശ്ശീല മറിച്ച് സത്യം കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക്. ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത സത്യം ഇതിന്റെ ഇരുട്ടിനുള്ളിൽ മറഞ്ഞിരിക്കും. മലയിൻ താഴ്വാരങ്ങളിലൊരിടത്ത് ഒരിക്കലും സൂര്യനെ നേരിട്ട് കാണാത്തൊരു ഗ്രാമം ഉണ്ടായിരുന്നു. ഗ്രാമം മുഴുവൻ പകൽ പോലും മഞ്ഞിനാൽ മൂടിയിരിക്കും. അവിടെ ഒരൊറ്റ വീട് മാത്രമേ കാണാനാവൂ. ആ വീട് ആരുടേതാണെന്ന് ആർക്കും അറിയില്ല. എന്നാൽ രാത്രിയാകുമ്പോൾ ആ വീട്ടിൽ വിളക്കുകൾ തെളിയും. ആ വീട്ടിനോട് ചേർന്നു നിന്ന വഴിയിലൂടെ ആരെങ്കിലും കടന്നു പോകുമ്പോൾ എപ്പോഴും ഒരു ശബ്ദം കേൾക്കും. ഒരു കുട്ടിയുടെ ചിരി, കാറ്റിനോട് ചേർന്നൊലിക്കുന്ന മൃദുവായ ചിരി, മുഴുനിശ ശബ്ദം, മഞ്ഞുകാറ്റിന്റെ ഉറക്കെ വീശൽ. അങ്ങനെ ഒരു രാത്രി ആദിത്യൻ എന്ന യുവാവ് ആ ഗ്രാമത്തിലേക്ക് എത്തി. നഗരത്തിലെ തിരക്കിൽ നിന്നും രക്ഷപ്പെടാനായി, എഴുത്തിനായി ഒരു ശാന്തമായ സ്ഥലമെന്ന നിലയിൽ അദ്ദേഹം ഈ ഗ്രാമം തിരഞ്ഞെടുത്തു. ഗ്രാമവാസികൾ പറഞ്ഞപ്പോൾ അവൻ അമ്പരന്നു. സാർ, ആ മഞ്ഞുമൂടിയ വീട് വാടകയ്ക്ക് എടുക്കരുത്. അവിടെ താമസിച്ചവർ ഒരാളും പിന്നെ കാണപ്പെട്ടിട്ടില്ലായി. എന്നാൽ ആദിത്യൻ ചിരിച്ചു പറഞ്ഞു, ഭൂതങ്ങൾ എനിക്കെന്ത് ചെയ്യും? ഞാൻ കഥാകാരനാണ്, ഭയമില്ലാത്തവൻ. തണുത്ത കാറ്റ്, കുളിച്ചിരികൾ. അങ്ങനെ രാത്രി 8 മണിക്ക് ആദിത്യൻ ആ വീടിന്റെ വാതിൽ തുറന്നു. വീട് പഴക്കം ചെന്നതായിരുന്നു. ചുവരിൽ പഴയ ചിത്രങ്ങൾ, പൊടിപിടിച്ച പിയാനോ, മുറിഞ്ഞ കണ്ണാടി. എന്നാൽ എല്ലാം ശാന്തമായിരുന്നു. വാതിൽ അടച്ചതുമാത്രം മഞ്ഞു കൂടുതൽ കട്ടിയായി. വളരെ ദൂരത്തിൽ നിന്ന് കുട്ടിയുടെ ശബ്ദം വീണ്ടും കേട്ടു. അച്ഛാ, നീ വന്നോ? ആദിത്യൻ ഞെട്ടി. അവൻ ആരെയെങ്കിലും കണ്ടോ എന്ന് നോക്കി. പക്ഷേ ശൂന്യം. നിശബ്ദത, പിന്നെ മൃദുവായ പിയാനോ. രാത്രി 10 മണിയോടെ വീട്ടിലെ പിയാനോ സ്വയം വായിക്കാൻ തുടങ്ങി. സംഗീതം അത്ഭുതകരമായിരുന്നു. അതിൽ ദുഃഖവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ആദിത്യൻ അതിനോട് ചേർന്ന് ഇരുന്നു. ഒരു നിമിഷം പിയാനോയുടെ മേൽ ഒരു കുഞ്ഞിന്റെ കൈയടികൾ പോലെ മൃദുവായി തട്ടുന്നത് കണ്ടു. പക്ഷേ അവിടെ ആരുമില്ലായിരുന്നു. ആദിത്യൻ പേപ്പർ എടുത്തു, എഴുത്തു തുടങ്ങി. മഞ്ഞുമൂടിയ വീടിനകത്ത് ആരോ ജീവിക്കുന്നു, ആരും കാണാത്തവനെ. അടുത്ത ദിവസം ഗ്രാമവാസികൾ കാണാൻ പോയപ്പോൾ വീട് ശൂന്യമായിരുന്നു. ആദിത്യന്റെ ബാഗ്, നോട്ട് ബുക്ക് എല്ലാം മേശമേൽ. അവസാന പേജ് മാത്രം എഴുതി തീർന്നിട്ടില്ലായിരുന്നു. അവിടെ ഒരു വാചകം മാത്രം: അവൻ ഇവിടെ തന്നെയുണ്ട്, പിന്നിൽ നിന്നും നോക്കുകയാണ്. അന്നു മുതൽ ആ ഗ്രാമത്തിൽ ആരും രാത്രി താമസിക്കുന്നില്ല. എന്നാൽ ഇന്നുവരെ ആ വീട്ടിലൂടെ ആരെങ്കിലും കടന്നു പോകുമ്പോൾ ഒരു കുട്ടിയുടെ ചിരിയും പിയാനോയുടെ സംഗീതവും ഒന്നുകൂടി കേൾക്കാം. ഗ്രാമവാസികൾ പറയുന്നു, ആദിത്യൻ തന്റെ കഥയിൽ തന്നെ കുടുങ്ങിപ്പോയി. ആ കഥ ഇന്നും മഞ്ഞിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞ് എല്ലാം മൂടിയാൽ നമുക്ക് തോന്നും എല്ലാം ശാന്തം. പക്ഷേ ചിലപ്പോൾ ആ ശാന്തതയ്ക്കുള്ളിൽ ആരോ കാത്തിരിക്കുകയാണ്. നമ്മൾ വിളിച്ചു പേരിടാത്ത ഒരാൾ. മഞ്ഞുമൂടിയ വീടിന്റെ നിഴലുകളിൽ നിന്ന് നമ്മളെ നോക്കി നിൽക്കുന്നവൻ. ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയാനും മറക്കരുത്. ഇങ്ങനെ കൂടുതൽ രസകരമായ, അത്ഭുതകരമായ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോ വന്നതുമാത്രം അറിയാൻ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സൂക്ഷിക്കുക, സ്വപ്നങ്ങൾ കാണുക. നമ്മൾ പറയുന്ന കഥകൾ മിഥ്യയോ യാഥാർത്ഥ്യമോ?